നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തിയേക്കും. ഒപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കിയേക്കുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഏത് നിമിഷവും പോരാട്ടത്തിന് തയ്യാറായിരിക്കാനും കേന്ദ്രം സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കര വ്യോമ സേന മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായക സന്ദേശം നൽകിയത്. സംസ്ഥാനത്തെ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ എ ജയതിലക് അടുത്ത ചീഫ് സെക്രട്ടറിയാകും. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിൽ ചീഫ് സെക്രട്ടറിയായ ശാരദാ മുരളീധരൻ ഏപ്രിൽ 30-നാണ് വിരമിക്കുന്നത്. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ജയതിലക് ഇപ്പോൾ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. 2026 ജൂൺ വരെയാണ് ജയതിലകിന്റെ കാലാവധി. 91 ബാച്ച് ഉദ്യോഗസ്ഥനായ ജയതിലക് നിലവിൽ ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. സീനിയോറിറ്റിയിൽ മുമ്പിലുള്ള കേരള കേഡറിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ തയ്യാറാവാതെ ഇരുന്നതോടെയാണ് ജയതിലകിന് നറുക്കുവീണത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് CPM രംഗത്ത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടെന്നും പ്രദേശം ശാന്തമായെന്നുമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുടെ അവകാശവാദമാണ് ഭീകരാക്രമണത്തോടെ തകർന്നടിഞ്ഞതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അഭിനേതാക്കൾക്കെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടുത്ത നടപടിയെടുക്കുമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി B രാഗേഷ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരവസരം കൂടി നൽകുകയാണെന്ന ഫെഫ്ക പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രതികരണം. ലഹരി ഉപയോഗിക്കുന്ന അഭിനേതാക്കൾ സെറ്റിൽ വൈകി വരുന്നതും മൂലം മറ്റും നഷ്ടം അനുഭവിക്കുന്നത് നിർമ്മാതാക്കളാണ്. സംവിധായകനോടും തിരക്കഥാകൃത്തിനോടുമൊക്കെ സംസാരിച്ച് സിനിമയിൽ ആര് അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്നതും അവർക്ക് പ്രതിഫലം നൽകുന്നതും നിർമ്മാതാക്കളാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അഭിനേതാക്കൾക്കെതിരെ കടുത്ത നടപടികൾ എടുക്കും. ഫെഫ്ക നിലപാടിനെ കുറിച്ച് അറിയില്ല. ഷൈനിനെതിരായ നടി വിൻസിയുടെ പരാതിയിൽ ഇന്റേണൽ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. PV അൻവറുമായി കോൺഗ്രസും UDFും സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും എന്നാൽ മുന്നണി പ്രവേശനത്തെപ്പറ്റി തീരുമാനമെടുക്കുന്നത് വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറുമായി വിശദമായി സംസാരിച്ചെന്നും പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ അൻവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും അതിന്റെ മേലിൽ വിശദമായ ചർച്ചകൾ നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം ഉപയോഗിച്ച് KSRTC ഉദ്യോഗസ്ഥൻ മതവിദ്വേഷ പ്രചാരണം നടത്തുന്നെന്ന പരാതിയിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കൊല്ലം ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിലിനെതിരെയാണ് പരാതി. കോർപ്പറേഷൻ ജീവനക്കാർ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ചിത്രം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത്. ഇതിനെതിരെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ലോക്സഭാ സ്പീക്കർക്കും ഗവർണർക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയിരുന്നു. തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കോളേജിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്ററെ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ മേരി മേജർ ബസിലിക്കയിൽ എത്തിച്ച് അടക്കം ചെയ്യും. സംസ്കാര ചടങ്ങിൽ ലോക നേതാക്കളും 10,000-കണക്കിന് വിശ്വാസികളും പങ്കെടുക്കും. തിങ്കളാഴ്ച വിടവാങ്ങിയ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 9-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച വരെ പൊതുദർശനത്തിനായി വെക്കും. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് മെയ് 6-ന് മുമ്പ് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജകീയ സ്വീകരണം ഒരുക്കി സൗദി. പ്രധാനമന്ത്രിയുടെ വിമാനം സൗദി വ്യോമാതിർത്തി കടന്നതോടെ റോയൽ സൗദി എയർഫോഴ്സിന്റെ F-50 വിമാനങ്ങൾ ഇരുവശവും അകമ്പടി നൽകി. തുറമുഖ നഗരമായ ജിദ്ദയിലെ വിമാനത്താവളത്തിൽ 21 ഗൺ സല്യൂട്ട് നൽകിയായിരുന്നു വരവേൽപ്പ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനയാത്രാ ടിക്കറ്റ് കുത്തനെ കൂട്ടി കമ്പനികൾ. നിരക്കിൽ വൻ വർധന വന്നതോടെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇടപെട്ട് നിരക്ക് കുറയ്ക്കാൻ നിർദ്ദേശം നൽകി. ടിക്കറ്റ് നിരക്ക് 65,000 രൂപ വരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. യാത്രാ നിരക്ക് സാധാരണഗതിയിൽ തന്നെ നിലനിർത്തണമെന്നാണ് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ നിരക്ക് ഏതാണ്ട് 14,000 രൂപയിലേക്ക് താഴ്ന്നു.
ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ എന്നീ 2 വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഭീകരാക്രമണത്തെ തുടർന്ന് ശ്രീനഗറിൽ നിന്ന് തിരിച്ചു പോകുന്നവരുടെ എണ്ണം പൊടുന്നനെ വർദ്ധിച്ചതോടെയാണ് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിച്ചത്. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അമിത് ഉറാങ് പിടിയിൽ. തൃശൂർ മാളയിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം ഗാന്ധിനഗർ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുലർച്ചെ ആസമിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള കോഴി ഫാമിൽ നിന്നാണ് അമിതിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. അമിത് ഉറാങ്ങിനെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. മുഖമറച്ചാണ് എത്തിച്ചത്.